ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെയാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവത്തിലൂടെ മലയാളികളെ അമ്പരിപ്പിച്ച, മലയാളികളെ ചിരിപ്പിച്ച ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. കുവൈത്തിലെ ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൽ ബാർബറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മൂവാറ്റുപുഴ സ്വദേശിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം മൂവാറ്റുപുഴ, അദ്ദേഹം എൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ എപ്പിസോഡിലൂടെ കാണാം. ഓക്കെ, വൺസ് അഗെയിൻ ഇറ്റ്സ് മീ ഷമീർ. എല്ലാ കൂട്ടുകാർക്കും ഷമീർ വ്ലോഗ്സിൻ്റെ മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. മണലാരണ്യങ്ങളിലെ കൊടുംചൂടിലും അനുകരണ കലയോടുള്ള അഭിനിവേശത്തിന്റെ ചൂട് ദിനം പ്രതി ജ്വലിപ്പിക്കുന്ന പ്രവാസി മലയാളി ഇബ്രാഹിം മൂവാറ്റുപുഴ. അവന്റെ കൂടെ നീ വന്നു, ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ദിലീപിനെ സിനിമയിൽ കൊണ്ടുവന്നത് നാദർശയാണ്. എന്ത് ചൂടാ നീ പകപോക്കുകയാണ് അല്ലേടാ? ജന്മദൂർത്തം അല്ലാണ്ടെന്ന് പറയാനാ? അല്ലേ പിന്നെ ഞാൻ ഈ സംഗീതം പഠിക്കണോ? അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോകട്ടെ. എന്നെ മുടി വെട്ടുന്നത് ഇബ്രാഹിമാണതാ, ഇബ്രാഹിം മൂവാറ്റുപുഴ. അപ്പോൾ അതാ മുടി വെട്ടാനായിട്ടുള്ള ഇതിലാണ്, കണ്ടില്ലേ? ബാൻഡൊക്കെ കെട്ടി എന്നെ കഴുത്ത് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വെട്ടി ഇറക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെട്ടി ഇറക്കണ്ട, കാര്യം നമ്മുടെ ഗ്ലാമർ പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് വെട്ടാൻ മതി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, മുടി വെട്ടട്ടെ. പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലവേഴ്സിൽ നിന്ന് ആരെങ്കിലും ഇത് നിങ്ങളെ ക്ഷണിച്ചതാണോ, അതല്ല സ്വന്തം നിലയിൽ പരിപാടിക്ക് പോയതാണോ? അവിടെ അന്ന് ഞാൻ നാട്ടിൽ പോയതാണ്. ഒരാവശ്യമായിട്ട് നാട്ടിൽ പോയ സമയത്ത് ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കോമഡി നാട്ടിലുള്ള കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നാട്ടിലുള്ള അവർക്ക് അറിയാലോ നാട്ടിൽ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പങ്കെടുക്കണം, നിനക്ക് അവസരം ഉണ്ടാവും ഇൻഷാ അല്ലാ. അങ്ങനെ ഞാൻ പോയി പങ്കെടുത്തു. അപ്പോൾ ഓഡീഷനിൽ സെലക്റ്റായി. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു, അത് ടെലികാസ്റ്റായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അങ്ങനെയാണ് തുടക്കം. കോമഡി ഉത്സവത്തിൽ ആ ഒരു മുടി വെട്ടിയിട്ട് നമ്പർ ചെയ്യുന്ന ഒരു സീനുണ്ട്, സംഭവമുണ്ട്. അതെങ്ങനെയാണ്? അത് പ്രാക്ടീസ് ചെയ്യുന്നതാണോ അതല്ല അപ്പം തോന്നിയ ഒരു സംഭവമായിരുന്നു? എന്താണത്? അത് അവർ ആ സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ വിചാരിച്ച് നോർമൽ വോയിസ് എടുത്ത് ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചു. ഓക്കെ. ആ വോയിസ് എടുത്ത് തീരുമ്പോൾ മിഥുൻ ചേട്ടൻ പെട്ടെന്ന് പറയുകയാണ് എൻ്റെ അടുത്ത്, മുടി വെട്ടിക്കൊണ്ടൊരു പരിപാടി ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഓൾറെഡി അത് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഞാൻ സമ്മതിച്ചു. അത് എനിക്ക് പരിചയമുണ്ടല്ലോ, ഓൾറെഡി ഞാൻ കടയിൽ വെച്ചിട്ട് ഒരു പയ്യൻ അതുപോലെ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു വോയിസ് ഇട്ട്. അത് വൈറലായിരുന്നു, ഒരുപാട് വ്യൂവേഴ്സൊക്കെ കിട്ടി, പല ഗ്രൂപ്പുകളും അത് ഷെയർ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അവിടെ ഡയറക്ടറെ കാണിച്ചായിരുന്നു, മിഥിലാജ് സാറിനെ കാണിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. സ്പോട്ടിൽ എടുത്തൊരു ശ്രമമായിരുന്നു അത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടോ. ആ ഒരു വീഡിയോ പരിപാടിക്ക് പോയതിനു ശേഷമാണ് ഇവിടെ നമുക്ക് അവസരങ്ങൾ കിട്ടിയത്. അതല്ല അതിനു മുമ്പ് പരിപാടിക്ക് പോകുന്നുണ്ടായിരുന്നു കുവൈത്തിൽ? അതായത് കോമഡി ഉത്സവത്തിൽ പോകുന്നതിന് മുമ്പ് നോർമൽ പ്രോഗ്രാമിൽ, അതായത് ചെറിയ ചെറിയ പരിപാടികൾ ഒരുപാട് ചെയ്തായിരുന്നു. ബർത്ത്ഡേ പ്രോഗ്രാം, അതുപോലെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചില കൂട്ടായ്മ പ്രോഗ്രാം, അങ്ങനെ നോർമൽ പ്രോഗ്രാം ഒരുപാട് ചെയ്തായിരുന്നു. ആ സമയത്ത് കോമഡി ഉത്സവത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് മെഗാ ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് പങ്കെടുത്തൊരു പ്രോഗ്രാമാണ് നമ്മുടെ നാസർ ദീവാനിയ എന്ന് പറഞ്ഞൊരു കലാകാരനും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായൊരു ഇക്കുണ്ട് ഇവിടെ. അദ്ദേഹം പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അവസരം തന്നു. ആദ്യത്തെ മെഗാ ഷോ അതാണ്. ആസിഫ് കാപ്പാട്, ഷാഫി കൊല്ലം, അതുപോലെ നിസാർ വയനാട്, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരുടെയും ഓർമ്മ വരുന്നില്ല. ആദ്യത്തെ പ്രോഗ്രാം അങ്ങനെ അവിടെ നിന്നാണ് തുടക്കം, മെഗാ ഷോയുടെ തുടക്കം അവിടെ നിന്നാണ്. ഇതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ, വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ മിമിക്രി കളിച്ച് കിടക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ, എന്താണത്? വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ്. ഇപ്പം നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. ആദ്യം പഴയ കാലത്ത് മിമിക്രി തുടങ്ങുമ്പോഴാണെങ്കിലും അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അന്ന് ആരുടെ സൗണ്ടാണ് ആദ്യം എടുത്തു തുടങ്ങിയത്? ആദ്യമൊക്കെ എടുത്തു തുടങ്ങുന്ന ഈ ജനാർദ്ദനൻ്റെ, അതുപോലെ സൗണ്ട് ഒന്ന് ഇപ്പം എടുക്കാൻ പറ്റുമോ? ചെറിയ രീതിയിലൊന്നും എടുക്കാം. ആ സൗണ്ട് ഫസ്റ്റിലത്തെ ആ ഒരു ജനാർദ്ദന്റെ സൗണ്ട് ആദ്യകാലത്തൊക്കെ തുടങ്ങുന്ന അവരിൽ നിന്നുമാണ് മിക്ക മിമിക്രി ആർട്ടിസ്റ്റും അങ്ങനെയൊക്കെയാണ്. നമുക്ക് വേണ്ടിയിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്. ഓക്കെ, തീർച്ചയായിട്ടും.
എടാ നീ തങ്കപ്പനല്ല പൊന്നപ്പൻ നിന്ന് കഥാപ്രസംഗം പറയാതെ തല്ലി ഒടിക്കടാ അവൻ്റെ കാല്. ഓ എൻ്റെ കാലല്ലടാ തെണ്ടി, അവൻ്റെ കാല് തല്ലി ഒടിക്കാനാ പറഞ്ഞത്. ഓ വേറെ ഏത് സൗണ്ട് അപ്പോൾ? വേറെ MS തൃപ്പൂണിത്തറ അദ്ദേഹത്തിൻ്റെ സൗണ്ട്, പിന്നെ അടൂർ ഫാസി, ബാബു നമ്പൂതിരി, പിന്നെ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്ന ആരുടെ ഇത് എടുക്കുമ്പോഴായിരുന്നു? ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത് ഈ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. അവരുടെ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ഇവിടെ കുവൈത്തിലേക്ക് വന്നിട്ട് ഭയങ്കര ഫേമസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു പ്രസംഗം എന്ന് പറയുന്നത് കുവൈത്തിൽ വെച്ചിട്ട് നടത്തിയ പ്രഭാഷണമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത്. പുള്ളിയുടെ ആ ഒരു സംഭാഷണമൊക്കെ ഭയങ്കര തമാശയൊക്കെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടെ കുവൈത്തിൽ വെച്ച് നടത്തിയ ആ പരിപാടി എന്നുള്ള ചെറിയൊരു ഭാഗം, ആ പരിപാടി എനിക്ക് ഓർമ്മയില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ക്ലിപ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്നൊരു ഡയലോഗ് കുറേ നാളായി ചെയ്തിട്ട്, എന്നാലും ചെയ്ത് നോക്കാം. ജോസഫ് പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ആണുങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 കാലങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാലമെന്ന് പറയുന്നത് തിരക്ക് പിടിച്ച ജോലിയും ഒറ്റയ്ക്കുള്ള മോട്ടോർ സൈക്കിളിലുള്ള നടപ്പും. അവനൊരു സ്പൈഡർമാനാണ്. ഒരു പെണ്ണിനെ പ്രേമിച്ച് തുടങ്ങിയാൽ പിന്നെ അവൻ സൂപ്പർമാനാണ്. ആ പെണ്ണ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവനനുസരിക്കും. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വാച്ച്മാനാണ്. ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിങ്ങനെ നടക്കും. അതുപോലെ തന്നെ 2 പിള്ളേരുടെ തന്തയായി കഴിഞ്ഞാൽ അവനൊരു ഡോബർമാനാണ്. ആ പിള്ളേരുടെ പുറകെ ഓടുന്ന ഡോബർമാൻ. അപ്പോൾ എല്ലാ കാലത്തും ഒരു സ്പൈഡർമാനായിട്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കും ഉണ്ടാവും ഒരു ഡോബർമാൻ്റെ കാലം, അത് ഓർത്തോളണം. പഴയകാല ഹാസ്യതാരം അടൂർ ഫാസി അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് ട്രൈ ചെയ്യാം. പഴയ മുഖങ്ങൾക്കെല്ലാം എന്നെ നന്നായിട്ടറിയാം. കൊച്ചമണി പൂ പറിക്കാൻ വിടുന്നതും കൊച്ചമ്മയെങ്ങാനും കണ്ട എൻ്റെ പണി പോകും. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി ഏതോ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയെന്നോ കല്യാണം കഴിച്ചു പോയെന്നോ ഒക്കെ പറയുന്നു കേട്ടു. തോമാച്ചനൊരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നോട്. ഓക്കെ, താങ്ക് യു. ഇനി വേറെ അടുത്ത് സലീം കുമാറിന്റെ ഈ പരിപാടിക്ക് കോമഡി ഉത്സവത്തിൽ പോയി കഴിഞ്ഞപ്പോൾ സലീം കുമാർ ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോ സലീം കുമാർ മറ്റേ ടിനി ടോം ഒരു തമാശ പറയുന്നുണ്ട് അവിടെ. സലീം കുമാറിന്റെ സൗണ്ടിനേക്കാളും നല്ല സൗണ്ടാണ് ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതൊന്ന് സലീം കുമാറിന്റെ ആ ഒരു കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന സിനിമയിലെ ആ ഒരു സൗണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല കോമഡി കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിലൊരു ഡയലോഗ്, നിനക്കറിയില്ല നിന്റെ മാമിന് കട്ടപ്പനയിൽ ചന്ത പിരിയുന്ന നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ചെടുത്തുകൊണ്ട് ഓടിയപ്പോൾ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലർത്തിയടിച്ച് വയറ്റിലേക്ക് അടിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള എടുത്തുകൊണ്ട് പോയി കുടുംബളിയിട്ട് കരി വെച്ച് മരം കുത്തി മോറിനാണ് നിന്റെ മാമൻ. അഥവാ രണ്ട് നാറികളിയും. താങ്ക് യു. എന്താണ് ഈ സൗണ്ട് എടുത്ത ശേഷം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പുള്ളി കണ്ടിരുന്നോ, നേരിട്ട് ഇങ്ങനെ കണ്ട് സംസാരിച്ചോ? ആദ്യത്തെ എപ്പിസോഡിന് പോയി, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. നല്ല സപ്പോർട്ടായിരുന്നു ആള്. ആണല്ലേ? പിന്നെ പെർഫോമൻസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, അതിനകത്ത് നമുക്ക് തരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ അറിയാം. മലയാള സിനിമയുടെ നല്ല നായക കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് മധുച്ചേട്ടൻ. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, ക്യാരക്ടർ വേഷമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൽ നരൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. സുനന്ദയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുതെന്ന് നീ അന്ന് ഒരുപാട് പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം വേണ്ടെന്നും പറഞ്ഞ് ഞാൻ നിന്നെ ഒരുപാട് ശാസിച്ചു. ചില തെറ്റുകൾ മാപ്പ് പറഞ്ഞാൽ തിരുത്താൻ പറ്റില്ല, എങ്കിലും നീ എന്നോട് പൊറുക്കണം. ഇതും എനിക്കതുപോലെ പറ്റിയ വലിയൊരു തെറ്റാണ്. ഇല്ലടാ, നിൻ്റെ വലിയ പേരെന്നുള്ള വിളിയുടെ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ. കോമഡി ഉത്സവത്തിൻ്റെ 20ാമത്തെയും അതുപോലെ തന്നെ 121ാമത്തെയും എപ്പിസോഡിൽ നമ്മുടെ ഇബ്രാഹിമിൻ്റെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് പോയി കാണുക. ഇബ്രാഹിമിന് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അതിനുശേഷം കുവൈത്തിൽ തിരിച്ചു വന്ന ഇബ്രാഹിമിന് ഇവിടെ ഒരുപാട് സ്റ്റേജ് ഷോകളിലും
പരിപാടികളും ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്കും ഒരുപാട് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മിമിക്രി കൂടാതെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചു എന്നുള്ള ഇത് കിട്ടും. ഞാൻ 1-2 ഷോർട്ട് ഫിലിം കണ്ടു. അപ്പോൾ എന്താണ് അഭിനയം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ, എന്താണ് അതിൻ്റെ സംഭവം? ഏതൊരു മിമിക്രിക്കാരനും അല്ലെങ്കിൽ കലാകാരൻ്റെ ആഗ്രഹം സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അഭിനയത്തിലേക്ക് കടന്നു വരാനുള്ളൊരു ഇപ്പോഴത്തെ വലിയ നടന്മാരൊക്കെ വന്നത് ഈ മിമിക്രിയിലൂടെയാണ്. മിമിക്രി അതിനൊരു സ്റ്റെപ്പാണ്, ചുവടുവെപ്പാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കോമഡി ഉത്സവത്തിലൊക്കെ വന്ന് ഇങ്ങനെ സെറ്റായപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ളൊരു അവസരം വന്നു. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് സന്തോഷ് പുരക്കാട്രി. അദ്ദേഹമാണ് എന്നെ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ലൈവ് എന്നാണ്. അപ്പോൾ അതിൽ അഭിനയിച്ചു. ഈ കുവൈത്ത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് വേണ്ടിയിട്ടാണ് അത് പിടിച്ചത്. അപ്പോൾ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും ആ ഷോർട്ട് ഫിലിമിന് കിട്ടി. ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും ആ ഫിലിം സംവിധാനം ചെയ്ത സന്തോഷേട്ടന്. അപ്പോൾ ഈ ലൈവ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് കാണണം. നമ്മുടെ ഈ കലാകാരൻ, ഈ മിമിക്രി കലാകാരൻ പ്ലസ് ആക്ടർ, അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിരിക്കാം. അപ്പോൾ ജസ്റ്റ് പോയി കാണുക. വേറെ ഷോർട്ട് ഫിലിം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിം ഏതാണ്? അഭിനയിച്ച് കഴിഞ്ഞു. ഷോർട്ട് ഫിലിം എല്ലാം തന്നെ കഴിഞ്ഞു ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഈ ലൈവ് കൂടാതെ എൻ്റെ ഫ്രണ്ട് ഷാൻ മുബാർക്ക് സംവിധാനം ചെയ്ത ഒരു 6ഓളം ഷോർട്ട് ഫിലിമിൽ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കണം. നമ്മുടെ ഈ കലാകാരനെയും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസും ഇതുപോലെയുള്ള കുവൈത്തിലുള്ള കുറേ കലാകാരന്മാരൊക്കെ ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. കുവൈത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ഇബ്രാഹിം. വെൽക്കം. ഞാൻ അങ്ങോട്ട് താങ്ക്സ് അറിയിക്കുകയാണ്. ഇതുപോലൊരു ഈ ചെറിയ നമ്മുടെ ഈ ചാനലിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന്. ഇബ്രാഹിം നിലവിൽ അവിടെ കടയിൽ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇബ്രാഹിം വന്നതാണ്. അതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് കുവൈത്തിലുള്ള ഏതെങ്കിലും ഒരു മിമിക്രി വേദിയിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ഇബ്രാഹിമിൻ്റെ പെർഫോമൻസ് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക്സ്. വെൽക്കം. ഇബ്രാഹിം മാറ്റൂടെ ഇപ്പോൾ ജോലിയാണ് തിരക്കിലാട്ടോ. നമുക്ക് ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇബ്രാഹിമിനെ ഇവിടുന്ന് പരിപാടിക്ക് പോകാൻ പറ്റുന്നത്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇബ്രാഹിമിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുധീഷ്. ഇതാണ് സുധീഷ്. സുധീഷ് പറയൂ, നാട്ടിലെവിടെയാ സുധീഷിന്റെ? നിലമ്പൂര് എടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ ഈ കടയിൽ ജോലി ചെയ്യുന്നു. ഇബ്രാഹിമിന്റെ പ്രോഗ്രാമൊക്കെ വന്നിട്ട് കണ്ടു. നല്ല കട്ട സപ്പോർട്ടാണ്.